ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങളുടെ 24 മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ഡിവൈൻ എനർജി, ഡിവൈൻ ഫോഴ്സ് നൽകുന്ന ആ ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതൊന്ന് കാണുക. അപ്പോൾ അതിൽ അവെയർ ആയിക്കൊണ്ട് നിങ്ങളുടെ ഈ ഇന്നത്തെ ദിവസം മുഴുവനും വളരെ ശോഭനമായിരിക്കാൻ പ്രപഞ്ചശക്തി സഹായിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഗൈഡൻസിലേക്ക് പോകാം. ഇന്ന് നമുക്ക് യൂണിവേഴ്സൽ ഫോഴ്സ് നൽകുന്ന ആ ഒരു ഗൈഡൻസ് എന്താണ്? ഇന്ന് ഗൈഡൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഒരു എംപറർ കാർഡാണ്. അതായത് നമ്മുടെ ഇന്നത്തെ ദിവസം, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഇനി റിലേഷൻഷിപ്പ് എന്ന് വെക്കേണ്ട, നമ്മുടെ ജോലി സാധ്യത അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, അവിടുത്തെ ഹയർ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ബന്ധം സ്ഥാപിച്ച് നിൽക്കുന്ന ആരായാലും ആ ഒരു ഓപ്പർച്യൂണിറ്റിയൊക്കെ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക, ഒരു അതോറിറ്റി ഫിഗർ എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന, നമുക്ക് വേണ്ടാത്ത, നമ്മളുടെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ട് നിലകൊള്ളാത്ത, നമ്മളെ എപ്പോഴും ഒരു കൺട്രോളിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു ഡോമിനേറ്റിംഗ് പവറിലൊക്കെ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആരായാലും ശരി തന്നെ, അവരിൽ നിന്നൊക്കെ കുറച്ച് സ്പേസ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ തന്നെ ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്കങ്ങനെ നമ്മളുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു കഴിവുണ്ട്. അല്ലെങ്കിൽ ആരുടെയും അങ്ങനെ ഒരു ഡിപ്പെൻഡൻ്റ് ആവണ്ട എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ വൈബ്രേഷൻസ് ഒന്ന് ഉയർത്തി ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ എന്താണ് പ്രപഞ്ചശക്തി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആപ്റ്റായിട്ട് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ചിലപ്പോൾ നമുക്ക് മെൻ്റൽ സ്ട്രെങ്ത് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അല്ല ബന്ധങ്ങളുടെ ആ ഒരു അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷനൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഒരു സഹായത്തിന് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ വളരെയധികം ഉയർത്തിക്കൊണ്ട് ഒരു രാജാവിനെ പോലെയൊക്കെ നമ്മൾ തലയുയർത്തി ആ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ബാക്കി യൂണിവേഴ്സൽ ഫോഴ്സ് ആരെങ്കിലും രൂപത്തിലോ അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ നമ്മളുടെ ഫേവറിൽ ആക്കി തരുന്ന രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ അതിനെ ഒരു ഫ്രണ്ട്ലി മാനറിൽ ഒക്കെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളുടെ ഫേവറിൽ വരും എന്ന് പറയുന്നു. ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ബേസ്ഡ് ആണെങ്കിൽ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ റിലേഷൻഷിപ്പിൽ ഒരുപാട് ആളുകളെ തേടിപ്പോയി, അതൊന്നും കറക്റ്റായിട്ട് നമുക്ക് മാച്ച് ആവുന്നില്ലെന്ന് വെച്ചു, പിന്നെ കുറേ ബ്രേക്കപ്പ് ഒക്കെ ആയി, പിന്നെ എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാതെ ഒക്കെ ഇരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അവിടെ പറയുന്നത് നമ്മൾ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ട് നിൽക്കാത്തതെല്ലാം അതിനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ഇല്ലാതാക്കി അതിൽ നിന്ന് നമുക്ക് കുറച്ച് പേഴ്സണൽ സ്പേസ് കൊടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് പോലെ ആപ്റ്റായിട്ടുള്ളതെല്ലാം അവിടെ പ്രപഞ്ചശക്തി കൊണ്ടുവന്ന് നിങ്ങൾക്ക് വളരെ ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ എപ്പോഴും വളരെ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇത്രയും സന്തോഷത്തോടു കൂടി നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് ഒരു 24 മണിക്കൂർ ഇത്തരത്തിൽ പല ഓപ്പർച്യൂണിറ്റീസ് വന്നാലും അവിടെ നമ്മളെ തന്നെ അങ്ങ് ലിമിറ്റഡ് ആക്കിക്കൊണ്ട് ആരെങ്കിലുമൊക്കെ കൂടെ വേണം, ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ നിൽക്കാതെ നമ്മളുടെ വൈബ്രേഷൻസ് ഉയർത്തിക്കൊണ്ട് നല്ല ഡിസിഷൻ എടുത്തുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് നമ്മളെ തന്നെ ഒന്ന് റേസ് ചെയ്ത് നിർത്തുക. അപ്പോൾ ബാക്കിയെല്ലാം യൂണിവേഴ്സൽ ഫോഴ്സ് ആ ഒരു രീതിയിലുള്ള ബ്ലെസ്സിങ്സും മിറാക്കിൾസും തന്ന് ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ഫേവറിലാക്കാൻ വേണ്ടി സഹായിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇന്നത്തെ ആ ഒരു ഗൈഡൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.